അങ്ങനെ BBC അവരുടെ അവസാനത്തെ പരിശീലനവും പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി ഈ കാണുന്ന വിയപുരം ചുണ്ടൻ മിനുക്കുപണികൾക്കായി, അതായത് മത്സരത്തിന് മുൻപുള്ള ചെറിയ പണികളുണ്ട്, അതിനുവേണ്ടി കരയിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ തുഴക്കാരെല്ലാം അവരുടെ അവസാനത്തെ ആ പരിശീലനം കഴിഞ്ഞ് കരയിലേക്ക് കയറിയിട്ടുണ്ട്. അതിനോടൊപ്പം ലീഡിംഗ് കോച്ച് കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് അവസാനത്തെ ഒരു പരിശീലനം കഴിയുമ്പോൾ? അവസാനത്തെ പരിശീലനം കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. പിള്ളേരുടെ കായികക്ഷമത പൂർണ്ണമായിട്ടും പുറത്തെടുക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ്. ഞങ്ങളിപ്പോൾ ആദ്യത്തെ സെക്ഷൻ 10 മിനിറ്റിന് 2 സെക്ഷനാണ് ചെയ്തത്. പിന്നെ 1 മിനിറ്റിന് സ്പ്രിൻറ്റ്. 10 മിനിറ്റ് നമ്മൾ ലോങ് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എൻഡുറൻസ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ലോങ് ആയിട്ടുള്ള ഒരു ട്രാക്കാണ് നമുക്ക് നെഹ്റു ട്രോഫിയിലുള്ളത്. 1150 മീറ്റർ ഉണ്ട്. എല്ലാത്തിലും സെറ്റാണ്? എല്ലാത്തിലും ഞങ്ങൾ പൂർണ്ണമായും സെറ്റാണ് ടീം. ഇപ്പം വള്ളം കയറ്റുന്നത് ഇനി വള്ളം കയറ്റാം. നമ്മൾ നേരത്തെ കയറ്റുന്നത് നന്നായിട്ട് ഉണങ്ങണം. വള്ളം കുറച്ച് ദിവസമായിട്ട് വെള്ളത്തിൽ കിടക്കാണ്. അകത്തും പുറത്തും എല്ലാം വെള്ളം നന്നായിട്ട് കുടിച്ചിട്ട് തടി നന്നായിട്ട് ചീർത്തിട്ടുണ്ട്. അവൻ്റെ ഭാരം കുറയ്ക്കണം. ഭാരം കുറയ്ക്കുമ്പോൾ വെള്ളം കുറച്ചുകൂടെ മുകളിലേക്ക് വരും. പിന്നെ നല്ല പോളിഷ് ചെയ്യും. പോളിഷ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ കളിക്കുമ്പോൾ പോളിഷ് ഇല്ലാതെ കളിക്കുന്നതിൽ നമുക്കൊരു 10 മുതൽ 15 സെക്കൻഡ് വരെയൊക്കെയുള്ള ആനുകൂല്യം കിട്ടാറുണ്ട്. ടൈമൊക്കെ എങ്ങനെയാണ് നോക്കിയിട്ട് സെറ്റാണ്? നമ്മൾ ട്രാക്കിൽ കഴിഞ്ഞ സെക്ഷനിൽ പോയായിരുന്നു. കളി മാറ്റി വെക്കുന്നതിന് മുമ്പ് പോയായിരുന്നു. ഏറ്റവും മികച്ച ടൈം നമ്മളാണ് കുറിച്ചത്. 4 മിനിറ്റ് 28.22. അതാണ് BBC-യുടെ കോൺഫിഡൻസ് എന്ന് പറയുന്ന. ആ ടൈമിൽ വരെ അവർ പരിശീലനം നടത്തി കഴിഞ്ഞു. എന്തായാലും മികച്ച മുന്നേറ്റത്തിലേക്ക് അവർക്ക് ഇത്തവണ എത്താൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലോട്ട് കൂടി പോകാം. വെള്ളം അവസാനത്തെ മിനിറ്റ്, അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ വെള്ളം നനയ്ക്കത്തില്ല. കാരണം ആ വെയിറ്റ് കുറയുക എന്നുള്ളത് തന്നെ ഒരു വലിയൊരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ആ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി, വെള്ളം ഉണങ്ങാൻ വേണ്ടിയുള്ള നടപടികളാണ്. അതുപോലെ തന്നെ പോളിഷ് ചെയ്ത് ആ മിനുക്കുപണികളെല്ലാം തന്നെ പൂർത്തിയാക്കും. ഇപ്പോൾ നമ്മളോടൊപ്പം കുറച്ച് തുഴച്ചിലുകാർ കൂടി ചേരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ അവസാനത്തെ പരിശീലനം കഴിയുമ്പോൾ? നല്ല വലിയ ശീലമായിരുന്നു. അടിപൊളിയായിരുന്നു. കോൺഫിഡൻസിലാണ്? അതെ. കൂടുതൽ ആളുകളോട് ചോദിക്കാം, എങ്ങനെയുണ്ട് ചേട്ടാ ഇത്തവണ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല പരിശീലനം, കഠിനമായ പരിശീലനം, ചിട്ടയായ വ്യായാമങ്ങളെല്ലാം ട്രയലൊക്കെ നടന്ന് ഏകദേശം കപ്പിന് വേണ്ടി തന്നെ കളിക്കും. നല്ല കളികൾ. സെറ്റാണ്. ഓക്കെ, നമുക്ക് മറ്റൊരാളും കൂടി ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ ഒരു ആവശ്യം? ഇത്തവണത്തെ ആവശ്യം നമ്മൾ ആദ്യം തൊട്ട് തന്നെ പ്രബലരായിട്ടുള്ള ടീമിനെ അടിക്കണം എന്നുള്ള ഇതിൽ തന്നെയാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇടയ്ക്ക് വന്ന കുറച്ച് പ്രതിസന്ധികളുണ്ടായിരുന്നു. അത് തരണം ചെയ്തപ്പോൾ ടീം വീണ്ടും നമ്മുടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. പിന്നെ ആ കളി എന്ന് പറയുന്നത് അതേ സമയത്തുള്ള കളിയാണ്. ആ ടെക്നിക്കും ആ ടൈമിലുള്ള കളിയാണ്. അപ്പോൾ എല്ലാം കൂടെ ഒത്തിണങ്ങി വന്നു കഴിഞ്ഞാൽ ഇത്തവണ കപ്പ് ഞങ്ങൾ കൈനേരിക്ക് കൊണ്ടുവരും. കോച്ച് പറഞ്ഞ ടൈം വരെ സെറ്റാണെന്നാണ് പറയുന്നത്. നമ്മൾ ആ ഒരു ടൈമിൽ മികച്ച ടൈമിൽ നമ്മൾ എത്തിയിരുന്നു. മികച്ച ടൈമിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. എന്തായാലും അത് തന്നെയാണ് പറഞ്ഞത്. എല്ലാം കൂടെ അന്നേ ദിവസം ഒത്തിണങ്ങി കിട്ടിയാൽ കപ്പ് ഞങ്ങൾ ഇങ്ങനെ കൈനേരിക്ക് കൊണ്ടുവരും. അതാണ് വിയപുരം വീണ്ടും കപ്പടിക്കും എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. രണ്ടാമതൊരു കൂടി ഈ ചുണ്ടനിൽ എത്തുമെന്നാണ് അവർ പറയുന്നത്. എന്നാലും BBC വില്ലേജ് ബോട്ട് ക്ലബ്ബ് അവരുടെ പരിശീലനം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. സെറ്റ് പിന്നെ ഓക്കെ. എന്നാലും ഈ തവണത്തെ പരിശീലനം എല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സ്റ്റാർട്ട് തന്നെയാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ വള്ളംകളിയിൽ. അപ്പോൾ അതിനുവേണ്ടിയുള്ള പരിശീലനങ്ങൾ നടത്തി, ദീർഘദൂരം തുഴഞ്ഞു. അങ്ങനെ എല്ലാ തുഴച്ചിലും അവസാനിപ്പിച്ച് എല്ലാ തരത്തിലും ഇത്തവണത്തെ വള്ളംകളിക്ക് വേണ്ടി അവർ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നോടൊപ്പം ഇവിടെ വീണ്ടും കൂടുതൽ ആളുകൾ, കൂടുതൽ തുഴച്ചിലുകാർ. എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണ? എങ്ങനെയുണ്ടായിരുന്നു പരിശീലനമൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? അമരക്കാരുണ്ട് അവിടെ. നമുക്ക് അമരക്കാരോടും കൂടി ചോദിക്കേണ്ടതുണ്ട്. ഒന്ന് അങ്ങോട്ട് പൊക്കോട്ടെ ചേട്ടാ. അമരക്കാരൊക്കെ ഉണ്ട്. അമരക്കാരോട് ചോദിക്കണമെന്നാണ് പറഞ്ഞ കാര്യങ്ങൾ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ? ഒരു കുഴപ്പമില്ല, എല്ലാം നല്ല രീതിയിൽ പോകുന്നു. സെറ്റാണ്, എല്ലാം സെറ്റാണ്. ടീം ഒരു കുഴപ്പമില്ല, എല്ലാം നല്ല രീതിയിൽ പോകുന്നു. അടിപൊളി ടീമാണ്. എങ്ങനെ മികച്ച ഒരു ടൈം കുറിച്ചു കോച്ചൊക്കെ പറഞ്ഞത്. അപ്പം ഇത്തവണ കപ്പ് ഇങ്ങോട്ട് തന്നെയാണോ? തീർച്ചയായിട്ടും എടുത്തിരിക്കും. അതാണ് വലിയ കോൺഫിഡൻസ് തന്നെയാണ്. അമരക്കാരാണ് നമ്മളോട് ആ കാര്യം പറഞ്ഞത്. അതായത് ഇത്തവണ എന്തായാലും വിയപുരം വീണ്ടും ഒരു കപ്പ് കൂടി നേടും. അത് BBC-യിലായിരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്.